الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. لقد كفر الذين قالوا إن الله ثالث ثلاثة وما من إله إلا إله واحد وإن لم ينتهوا عما يقولون ليمسن الذين كفروا منهم عذاب أليم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, നമ്മുടെ രഹസ്യവും പരസ്യവുമെല്ലാം കൃത്യമായി അറിയുന്ന അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് ആ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുവാൻ പരിശ്രമിക്കണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യ സമൂഹത്തെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുവാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ നിന്ന് തന്നെ പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തു. പ്രവാചകന്മാർ കടന്നു വരാത്ത ഒരു സമൂഹവും കഴിഞ്ഞു പോയിട്ടില്ല. ഒരു താക്കീതുകാരൻ, മുന്നറിയിപ്പുകാരൻ കടന്നു വരാത്ത ഒരു സമൂഹവുമില്ല. വൈമിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലഫിഹ നദീർ. ഒരു താക്കീതുകാരൻ കടന്നു വരാത്ത, അഥവാ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ സമൂഹവും യഥാർത്ഥമായ പാന്താവിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് വഴിവിടച്ചു പോകുമ്പോൾ അവരെ സന്മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ഓരോ സമൂഹത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചു കൊണ്ടിരുന്നു. ഹദീസിന്റെ നാളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, 1,24,000-ൽ പരം പ്രവാചകന്മാരെ അല്ലാഹു ഇപ്രകാരം നിയോഗിച്ചിട്ടുണ്ട്.
ആ പ്രവാചകന്മാരിൽ 25 പേരെ മാത്രമാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ആ 25 പേരിൽ ഉലുൽ അസ്മ് എന്ന പേരിൽ അറിയപ്പെടുന്ന 5 പേരുണ്ട്. 5 പ്രവാചകന്മാർ. ആരെല്ലാമാണ് അവർ? അത് നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസ നബി അലൈഹിസ്സലാം, അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ 5 പേരാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് മഹാനായ ഈസ അലൈഹിസ്സലാമിനെ കുറിച്ചാണ്. സഹോദരന്മാരെ, ഈസാ നബി അലൈഹിസ്സലാമയുടെ ജനനം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വലിയ അത്ഭുതം നിറഞ്ഞതാണ്. ഒരിക്കലും ഒരു പുരുഷ സ്പർശമേൽക്കാത്ത ഒരു വനിതയായിരുന്നു മഹതിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ. അങ്ങനെ ഒരു ദിവസം അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അവർക്കരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. അങ്ങനെ അവർ ഭയപ്പെട്ടു. അവർ പറഞ്ഞു, ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ്യ. തീർച്ചയായും ഞാൻ നിന്നിൽ നിന്ന് പരമകാരുണ്യനോട് രക്ഷ തേടുന്നു. നീ ഒരു ധർമ്മനിഷ്ഠ പാലിക്കുന്നവനാണ് എങ്കിൽ എന്നിൽ നിന്ന് മാറിപ്പോ എന്ന് മറിയം ബീവി പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, ഇന്നമാ അന റസൂലു റബ്ബിക. ഞാൻ നിന്നിലേക്ക് നിയോഗിച്ച അള്ളാഹുവിന്റെ ഒരു ദൂതൻ മാത്രമാണ്. പരിശുദ്ധനായ ഒരു ആൺകുട്ടിയെ നിനക്ക് ദാനം ചെയ്യാൻ വേണ്ടി അള്ളാഹു എന്നെ നിന്നിലേക്ക് അയച്ചതാണ്. മറിയം ബീവിക്ക് അത്ഭുതമായി. അവർ പറഞ്ഞു, എനിക്ക് എപ്രകാരമാണ് ഒരു കുഞ്ഞുണ്ടാവുക? എനിക്ക് എങ്ങനെ ഒരു കുഞ്ഞുണ്ടാവും? കാരണം എന്നെ ഇതുവരെ ഒരു പുരുഷനും സ്പർശിച്ചിട്ടില്ല. എന്നെ ഇതുവരെ ഒരു പുരുഷനും സ്പർശിച്ചിട്ടില്ല. മാത്രവുമല്ല, ഞാനൊരു ദുർനടപടിക്കാരിയായിട്ടില്ല. പിന്നെ എങ്ങനെ എനിക്കൊരു കുഞ്ഞുണ്ടാവും? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഖാല കദാലിക. നീ പറഞ്ഞത് ശരിയാണ്, കാര്യങ്ങളൊക്കെ അപ്രകാരം തന്നെ, അങ്ങനെ തന്നെയാണ്. പക്ഷേ പടച്ചറപ്പിന്റെ ഒരു പ്രശ്നമല്ല, ഒരു വിഷയമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം നിസ്സാര കാര്യമാണ്. അങ്ങനെ അവർ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചു. അവർ ഗർഭവതിയായി. എന്നിട്ട് അവർ അകലെ ഒരു സ്ഥലത്ത് താമസം തുടങ്ങി. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം, ഓർഡർ പ്രകാരം അവർ ജനങ്ങളിൽ നിന്നെല്ലാം മാറി അങ്ങ് അകലെ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ മഹദി ആ കുഞ്ഞിന് ജന്മം നൽകുന്നു. വിശദമായിട്ട് വിശാലമായി സംസാരിക്കാനുള്ള സമയം നമുക്കില്ല, അതുകൊണ്ട് ചുരുക്കുകയാണ്. അങ്ങനെ അവർ ആ കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് തന്റെ ആളുകൾക്കരികിലേക്ക് വരികയാണ്. അപ്പോൾ ആ സമൂഹം അവരോട് പറഞ്ഞു, ഹാറൂൻ, അല്ലയോ ഹാറൂനിന്റെ സഹോദരി, നിന്റെ പിതാവ് ഒരു ചീത്ത മനുഷ്യനല്ല, നിന്റെ മാതാവാവട്ടെ ഒരു ദുർനടമക്കാരിയുമായിരുന്നില്ല. പിന്നെ നിനക്കെന്തു പറ്റും? നീ എങ്ങനെ ചീത്തയായി? ആരാണ് ഇതിന്റെ ഉത്തരവാദി? നീ എങ്ങനെയാണ് നശിച്ചു പോയത് എന്നവർ ചോദിച്ചു. ഉടനെ മഹദി മറിയം ബീവി റളിയല്ലാഹു അൻഹ ഫഅശാറത് ഇലൈഹി, തന്റെ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിലേക്ക് വിരൽ ചൂണ്ടി. ഈ കുഞ്ഞിനോട് ചോദിക്കൂ എന്ന ഭാവത്തിൽ അവർ ആ കുഞ്ഞിനെ ചൂണ്ടിക്കൊണ്ട് അവർ നിൽക്കുമ്പോൾ അവർ ചോദ്യത്തിന് മറുപടിയായി ആ കുഞ്ഞിനെ ചൂണ്ടി അവർ. ഉടനെ ആ സമൂഹം ചോദിച്ചു, കൈഫ നുകല്ലിമു മൻ കാന ഫീ മഹ്ദി സ്വബിയ്യ. ഈ കുഞ്ഞ് എങ്ങനെ സംസാരിക്കും? തൊട്ടിലിൽ കിടക്കുന്ന ഈ കുഞ്ഞ് സംസാരിക്കും? ഇതെങ്ങനെ എന്തു പറയാനാണ്? എങ്ങനെ സംസാരിക്കാനാണ്? സുബ്ഹാനല്ലാഹ്.
അങ്ങനെ അതാ ആ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി സംസാരിക്കുന്നു. قال إني عبد الله قال إني عبد الله آتاني الكتاب وجعلني نبيا قال إني عبد الله ഞാൻ അല്ലാഹുവിന്റെ ഒരു ദാസനാണ്. ആതാനി الكتاب وجعلني نبيا എനിക്ക് അവൻ വേദഗ്രന്ഥം നൽകുകയും എന്നെ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് സഹോദരങ്ങളെ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞ് സംസാരിച്ച അത്ഭുതങ്ങളിൽ ഒന്ന്. പ്രിയമുള്ളവരെ, ഈ ഈസാ നബിയെയാണ് വലിയ ഒരു സമൂഹം ദൈവപുത്രനായും ദൈവമായും വാഴ്ത്തുന്നത്. ഏതുപോലെ ജൂതന്മാർ ഉസൈർ നബിയെ ദൈവപുത്രനാക്കിയതുപോലെ ഈ ദൈവപുത്രൻ എന്ന വാദം മാത്രമല്ല, ആ സമൂഹം ഇന്നിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരുപാട് കളവുകൾ ഈസാ നബിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ആരാധിക്കുന്ന വിഭാഗം ക്രൈസ്തവർ പടച്ചുണ്ടാക്കി. സൂറത്ത് മാഇദയിലെ 73-ാമത്തെ വചനമാണ് ഞാൻ ആമുഖമായി പാരായണം ചെയ്തത്. ആ വചനത്തിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവർ അത് മാത്രമല്ല പറഞ്ഞത്, പിന്നെയോ ലഖദ് കഫറ അല്ലദീന ഖാലൂ ഇന്നല്ലാഹ സാലിസു സലാസ, 3 പേരിൽ ഒരുവനാണ് അള്ളാഹു എന്ന് പറഞ്ഞവർ തീർച്ചയായും സത്യനിഷേധികളായിരിക്കും. ഈ 3 പേരിൽ ഒരാളാണ് ഈസാ. വളരെ അത്ഭുതമായിരുന്നു അവരുടെ വാക്കുകൾ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വമാ മിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹു വാഹിദ്, ഏകനായ ആരാധ്യനല്ലാതെ യാതൊരു ആരാധ്യനും ഇല്ല തന്നെ. ഒരേ ഒരു ആരാധ്യനേ ഉള്ളൂ. വിശുദ്ധ ഖുർആൻ നമുക്കറിയാം, സൂറത്ത് ഇഖ്ലാസ് എല്ലാവർക്കും മനഃപ്പാഠമുള്ള സൂറയാണ്. ഖുൽ, നബിയെ പറയുക, ഖുൽ ഹുവല്ലാഹു അഹദ്, ഹുവല്ലാഹു അഹദ്, കാര്യം അല്ലാഹു ഏകനാണ്. അല്ലാഹു സമദ്, അല്ലാഹു നിരാശ്രയനാണ്. അല്ലാഹുവിന് ആരുടെയും ആശ്രയം ആവശ്യമില്ല, മറിച്ച് എല്ലാവരും അല്ലാഹുവിനെ ആശ്രയിക്കുന്നു. ലം യലിദ് വലം യൂലദ്, അവൻ ആരുടെയും സന്താനവുമല്ല, അവന് സന്താനങ്ങളുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന്റെ തുല്യനായി ആരും തന്നെയില്ല എന്ന് പ്രഖ്യാപിക്കും പ്രവാചകരെ. എന്നാൽ നോക്കൂ നിങ്ങൾ, ആ സമൂഹം ഈ വാദഗതിയെല്ലാം അതേപടി വിശ്വസിക്കുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇല്ല, അദ്ദേഹം ക്രൂശിക്കപ്പെട്ടു എന്നൊക്കെ അവരുടെ വാദം ഇല്ലേ. യൂതന്മാർ കുരിശിൽ തറച്ചു. എന്നാൽ അല്ലാഹു പറയുന്നു, ഇല്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈസാ അലൈഹിസ്സലാമെ അവർ ക്രൂശിക്കുകയോ വധിച്ചു കളയുകയോ ചെയ്തിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഉയർത്തുകയാണ് ചെയ്തത്, അല്ലേ? അതെ. ഒരിക്കലും അവരുടെ വാദമെന്തായിരുന്നു? അവർ കൊന്നു കളഞ്ഞു എന്നുള്ളതായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാമെ അവർ ക്രൂശിച്ചു വധിച്ചു കളഞ്ഞു. അവർ പറഞ്ഞു, ഈസാ ഇബ്നു മറിയമേ, അഥവാ ഈസയെ ഞങ്ങൾ വധിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ ദൂതനായ ഈസയെ ഞങ്ങൾ വധിച്ചിരിക്കുന്നു. പക്ഷെ അല്ലാഹു പറഞ്ഞു, വമാ ഖതലൂഹു, ഇല്ല, അവർ അദ്ദേഹത്തെ വധിച്ചിട്ടില്ല. വമാ സലബൂഹു, അദ്ദേഹത്തെ അവർ ക്രൂശിക്കുകയും ചെയ്തിട്ടില്ല. പിന്നെയോ അത് വെറും അവരുടെ ശുഭലഹു, അവരുടെ തോന്നൽ മാത്രമാണ്. അപ്രകാരം അവർക്ക് തോന്നിക്കുക മാത്രമാണ് ചെയ്തത്. അല്ലാഹു അദ്ദേഹത്തെ വൻലോകത്ത് ഉയർത്തി. ഇത്തരത്തിൽ ഈസാ നബിയെ കുറിച്ച്
ഒരുപാട് കളവുകൾ അവർ പ്രചരിപ്പിച്ചു. ഇതിൽ ഏറ്റവും അക്രമം നിറഞ്ഞ അവരുടെ കളവെന്തായിരുന്നു അവർ പറഞ്ഞത്? അവർ പറയുകയാണ്, സൂറത്ത് മറിയമിൽ 88-ാമത്തെ വചനത്തിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അവർ സന്താനമുണ്ടാക്കി. പടച്ചവൻ സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതാണ് അത് പറച്ചുണ്ടാക്കിയ കളവുകളിൽ ഏറ്റവും മാരകം. കാരുണ്യവാനായ റബ്ബ് ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന വാദം. അതാണ് ഏറ്റവും മാരകമായ, ഏറ്റവും അപകടം നിറഞ്ഞ കളവ്. എന്നാൽ അവർക്ക് അതിനെ കുറിച്ച് വല്ലതും അറിയുമോ? അവരുടെ പിതാക്കൾക്ക് അറിയുമോ? ഇല്ല. ആ പറയുന്ന വാക്കുണ്ടല്ലോ, അതിനെക്കുറിച്ച് അവർക്കോ അവരുടെ പിതാക്കൾക്കോ യാതൊന്നും അറിയുകയില്ല. അവരുടെ വായക്കകത്ത് നിന്ന് വരുന്ന വാചകമുണ്ടല്ലോ, അത് വമ്പിച്ച കളവ് തന്നെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. സഹോദരങ്ങൾ, ആർക്കാണ് ഇവർ സന്താനത്തെ സ്ഥാപിക്കുന്നത്? സന്താനമുണ്ട് എന്ന് വാദിക്കുന്നത് ആർക്കാണ്? ഒന്ന് ആലോചിച്ച് നോക്കുന്നത് എത്രമാത്രം കഠോരമായ ധിക്കാരമാണ്. ഈ വാചകം മൂലം ആകാശം പൊട്ടിപ്പിളകാറാകും, ഭൂമി വിട്ടുകീറാറാകും. വിശുദ്ധ ഖുർആനിന്റെ വാക്കുകളാണ്. അപ്രകാരം പറയുന്നവരെ, തീർച്ചയായും നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഗുരുതരമായ കാര്യം തന്നെയാണ്. ഇത്രയും കടുത്ത വാക്കുമൂലം അത് നിമിത്തം ആകാശം പൊട്ടിപ്പിളരാറാകും, ഭൂമി വിട്ടുകീറാറാകും, പർവ്വതങ്ങൾ തകർന്നു തരിപ്പണമാകാറാണ്. അത്രമാത്രം കടുത്ത വാക്കാണ് അവർ പ്രയോഗിച്ചത്. പ്രിയമുള്ളവരെ, ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് തന്നെ മാറ്റം സംഭവിക്കാവുന്ന അതികഠിന കഠോരമായ അപരാധമാണ് പടച്ചറപ്പിന്റെ മേലിൽ അവർ പടച്ചുണ്ടാക്കിയത്. പരമകാരുണ്യകൻ സന്താനമുണ്ട് ഉള്ള വാദം അതിശക്തമായതായിരുന്നു. ആ റബ്ബിനതൊരിക്കലും യോജിച്ചതല്ല. ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നത് പരമകാരുണ്യനൊരിക്കലും യോജിച്ചതേയല്ല. പിന്നെ എന്തുകൊണ്ട് ഇത്രയും കടുത്ത വാക്ക് പറഞ്ഞിട്ട് പോലും അവരെ വെറുതെ വിട്ടേക്കുന്നു എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം, നമ്മൾ ആലോചിച്ചേക്കാം. മറ്റൊന്നുമല്ല സഹോദരങ്ങളെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ അർ-റഹ്മാനിർ റഹീം. അർ-റഹ്മാൻ, ആ റബ്ബിന് വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഒരുപോലെ ഗുണം ചെയ്യുന്നവനായതിന്റെ പേരിലാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി തന്നെ നമുക്കത് വിശദീകരിച്ചു തരുന്നുണ്ട്. ലാ അഹദുൻ അസ്വറ അലാ അദൻ യസ്മഉഹു മിനല്ലാഹി അസ്സ വജല്ല. താൻ കേൾക്കേണ്ടി വരുന്ന ഒരു അപരാധത്തിന്റെ പേരിൽ പ്രതാപശാലിയായ റബ്ബിനെ പോലെ ക്ഷമിക്കുന്നവനായി ആരും തന്നെയില്ല. ഇന്നഹു ഹുവ യുശ്രികു ബിഹി വജഅല ലഹു വലദ സുമ്മ ഹുവ യുഫീഹിം വയർസുഖുഹും. അവരെന്താണ് ചെയ്യുന്നത്? ആ പടച്ചറപ്പിൽ അവർ പങ്കുചേർക്കുകയും അവന് സന്താനമുണ്ട് എന്ന് വാദിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും ആ റബ്ബുണ്ടല്ലോ, ആ റബ്ബ് അവർക്ക് വിട്ടുവീഴ്ച നൽകുകയും അവർ ധനം നൽകുകയും ചെയ്യുന്നു. ആ റബ്ബിന്റെ കാരുണ്യമാണ് സഹോദരങ്ങളെ. നമ്മൾ വിചാരിക്കേണ്ട പടച്ച റബ്ബിന് പറ്റാതെയാണ്. ഇവരെ വിലക്ക് നിർത്താൻ അല്ലെങ്കിൽ ഇവരോട് ചോദ്യം ചെയ്യാൻ, അവർക്ക് വേണ്ട വിധം ശിക്ഷകൾ ഇറക്കാൻ കഴിയാത്തവനായിട്ടല്ല പടച്ച റബ്ബ്. പക്ഷേ ആ റബ്ബ് ക്ഷമിക്കുകയാണ്, വിട്ടുവീഴ്ച നൽകുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല ആ റബ്ബ് അവരുടെ എല്ലാം കണക്കെടുക്കുന്നുണ്ട്. ഇത്തരം തോന്നിവാസങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നവരുടെ കണക്കുകൾ കൃത്യമായി പടച്ചറപ്പിന്റെ അരികിലുണ്ട്.
ഇവരോരോരുത്തരും അന്ത്യനാളിൽ പടച്ചറപ്പിന്റെ കോടതിയിൽ അവർ വരും. എങ്ങനെ? ഫർദ, ഒറ്റക്കൊറ്റക്കായി കൊണ്ടുവരും. ആർക്കും രക്ഷയുണ്ടാവില്ല. സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ, ഇത് നിസ്സാരമല്ല. വളരെ ഗൗരവത്തോടുകൂടി ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണിത്. അതുകൊണ്ട് ഇതിന്റെ ഗൗരവത്തിൽ തന്നെ അത് ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് നമുക്ക് സൂക്ഷ്മതയോടുകൂടി മുന്നേറാൻ സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, 25-ാം തീയതി അഥവാ ഈ മാസം ഡിസംബർ 25-ാം തീയതി നമുക്കറിയാം ലോകത്തിലെ വലിയ ഒരു വിഭാഗം ആഘോഷിക്കുന്ന സുദിനമാണ്. നാം പറഞ്ഞതുപോലെ ഈ ലോകത്ത് ഇഷ്ടമുള്ളത് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ആ വിശ്വാസത്തിന് അടിസ്ഥാനപ്പെടുത്തി ആഘോഷങ്ങൾ നടത്താനുമെല്ലാം ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അതങ്ങനെ നടക്കട്ടെ. എന്നാൽ വിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ടത്, നമുക്കൊരിക്കലും ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനോ സഹകരിക്കുവാനോ ആശംസകൾ നേരാനോ പാടില്ല. അതിന്റെ ഗൗരവം കൂടുതൽ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വാക്കുകളിൽ നിന്ന് ബോധ്യമായിട്ടുണ്ടാവും, അല്ലേ? മറ്റൊന്നുമല്ല, നമ്മുടെ വിശ്വാസങ്ങൾക്ക് തികച്ചും എതിരാണ്. നാം മനസ്സിലാക്കേണ്ടത്, പ്രിയമുള്ളവരെ, സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവിന്, ആ സൃഷ്ടാവിന്റെ പേരിൽ അപരാധമുണ്ടാക്കുക, ആ റബ്ബ് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു വാദം. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ ബുദ്ധിയുണ്ടല്ലോ നമുക്ക്. ഒരു നിസ്സാര ഒരു ഉദാഹരണം, ചെറിയ ഉദാഹരണം. നമ്മുടെ പിതാക്കളുടെ പേരിൽ ആ പിതാവിനൊരു അവിഹിത ബന്ധത്തിലൂടെ ഒരു സന്താനമുണ്ടായി എന്നൊരു വിഭാഗം ബാധിക്കുകയും അവർ ആ സുദിനത്തെ ആഘോഷമാക്കി മാറ്റുകയും ചെയ്താൽ നാം ആ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു. എന്തായിരിക്കും നമ്മുടെ മനോഭാവം? പിന്നെയാണോ പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും ഇങ്ങനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവസ്വവും നമുക്ക് വേണ്ടി ഈ ഭൗതിക ലോകത്ത് സംവിധാനിച്ച പടച്ചുറപ്പ്, ആ റബ്ബിന്റെ പേരിൽ അപരാധം പറഞ്ഞുണ്ടാക്കിയ സുദിനം ആഘോഷമാക്കുന്നവരോട് സഹകരിക്കാൻ ഒരു വിശ്വാസിക്ക് സാധ്യമാണ്? ഇല്ലേ? എന്നാൽ ചില ആളുകളുണ്ട്, അവർക്ക് ഇതിന്റെ ഗൗരവം ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ അവർ ഭയപ്പെടുന്നു, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, ഞങ്ങളെ ഇവർ ശത്രുക്കളായി പ്രഖ്യാപിക്കുമോ, അതുമല്ലെങ്കിൽ ഞങ്ങളെ തീവ്രവാദികളാക്കി മുദ്രകുത്തുമോ ഇതിൽ സഹകരിച്ചില്ലെങ്കിൽ, അതുമല്ലെങ്കിൽ ഞങ്ങളെ വെറുത്തു കളയുമോ. അത്തരം ആളുകളുടെ സ്നേഹവും അടുപ്പവുമെല്ലാം ആഗ്രഹിച്ചു പോകുന്നു. എന്താണ് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. കാരണം ഇത്രയ്ക്കും കടുത്തൊരു അപരാധം പടച്ചറപ്പിന്റെ പേരിൽ പറഞ്ഞുണ്ടാക്കി അത് ആഘോഷമാക്കുന്നവർക്ക് ആശംസകൾ അർപ്പിക്കാൻ ഒരു വിശ്വാസിക്ക് എങ്ങനെ സാധിക്കും? അവന്റെ ഈമാൻ എവിടെ പോകുന്നു? പിന്നെ അവന്റെ ഈമാൻ അടിത്തറയുണ്ടോ? പ്രിയമുള്ളവരെ, ഞാനൊരു വിശ്വാസിയാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കേണ്ട മനുഷ്യൻ, അതിനനുസരിച്ച് ജീവിക്കേണ്ട മനുഷ്യൻ, അതിലെങ്ങനെയാണ് കടുത്ത ധിക്കാരം പ്രവർത്തിക്കുന്നവരുമായിട്ട് സഹകരിക്കുക, ആശംസകൾ അർപ്പിക്കുക? ഇപ്പൊ നിങ്ങൾക്കറിയാമോ, ഇതിന് ഗൗരവം പഠിക്കണം. നാം നമ്മുടെ സന്താനങ്ങളെ പഠിപ്പിക്കണം. ഇത് പഠിക്കാത്തതിന്റെ പേരിൽ പല വീടുകളും, മുസ്ലിം നാമധാരികളുടെ വീടുകളിൽ സ്റ്റാറുകൾ ഇപ്പൊ തന്നെ തൂങ്ങി തുടങ്ങിയിട്ടുണ്ടാവും. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് മാറ്റം കിട്ടും. പല ആളുകളും അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് ഗൗരവം ഉൾക്കൊണ്ടു തുടങ്ങിയിട്ട്. മറ്റേത് അങ്ങനെയല്ല. ഈ മാസം
തുടങ്ങുന്നതിന് മുമ്പേ ഈ മാസം തുടങ്ങിയപ്പോൾ ഇങ്ങനെ ആരംഭിച്ചു. പല വീടുകളിലും അതിങ്ങനെ തെളിഞ്ഞു പോകുന്നുണ്ടാവും. ആർക്കെങ്കിലും അറിയുക അതിന്റെ ഗൗരവം? ഇത് ഐതിഹ്യം പഠിച്ചുമോ ആ സ്റ്റാറിന്റെ പിന്നിലുള്ള? എന്നാൽ മനസ്സിലാക്കി വെച്ച സഹോദരങ്ങളെ, എന്താണ് ആ സ്റ്റാറിന്റെ പിന്നിൽ ഐതിഹ്യം? യഹൂദിയയിലെ ബത്ലഹേം എന്ന ചെറുപട്ടണത്തിൽ കാലിത്തൊഴുത്തിൽ ദൈവം മനുഷ്യരൂപം പൂണ്ട് പിറന്ന ദിവസം ഡിസംബർ 25. അന്ന് വാനലോകത്തുടിച്ച അത്ഭുത നക്ഷത്രമാണ് എന്നാണ് അവർ വാദിക്കുന്നത്. ഈസാ നബി അലൈഹിസ്സലാം ഡിസംബർ 25-നാണോ ജനിച്ചത്, അതല്ലെങ്കിൽ ഡിസംബറിലാണോ ജനിച്ചത്? അതൊരുപാട് തർക്കങ്ങളുള്ള, അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയമാണ്. അതവിടെ നിൽക്കട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയമുള്ളവരെ, പടച്ച റബ്ബിനൊരു സന്താനമുണ്ടായി, അല്ലെങ്കിൽ ദൈവപുത്രനായി ജനിച്ചു, ദൈവമായി ജനിച്ചു എന്ന് വാദിക്കുന്ന അന്ന് അതിന്റെ സന്തോഷ സൂചകമായിട്ട് വാനലോകത്തുദിച്ച ഒരു അത്ഭുത നക്ഷത്രം, അതാണ് സ്റ്റാർ ഇല്ലേ? അതാണ് ഇപ്പൊ പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് പല വീടുകളിലും, മുസ്ലിമിന്റെ വീടുകളിൽ. എവിടെ എത്തി കൗമും? പഠിച്ചില്ല, നമ്മൾ ചിന്തിച്ചില്ല, ഇല്ലേ? നമ്മൾ പഠിച്ചില്ല. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞില്ല, ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം ആ ആഘോഷത്തിൽ സഹകരിക്കുന്ന ആളുകളെ കുറിച്ചാണ്. നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് തോന്നും അവര് നമ്മളെ തൃപ്തിപ്പെടണം, അവര് നമ്മളെ സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം, വെറുക്കാൻ പാടില്ല. പക്ഷേ അബദ്ധധാരണയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, വലൻ തർലാ അൻകൽ യഹൂദ വലൻ നസ്വാറ ഹത്താ തത്തബിഅ മില്ലതഹും. ഇല്ല കേട്ടോ, ഇല്ല, നിന്നെ അവർ തൃപ്തിപ്പെടുകയില്ല പ്രവാചകരെ. ഹത്താ തത്തബിഅ മില്ലതഹും, താങ്കളുടെ മാർഗത്തെ പിൻപറ്റുന്നത് വരെ. അവരാഗ്രഹിക്കുന്നത് എന്താ? നമ്മൾ അവരെ പാത പിൻപറ്റണം, എന്നെങ്കിലും അവർ നമ്മളെ തൃപ്തിപ്പെടൂ. നമ്മൾ എന്താ വിചാരിച്ച്? ഇത് വിശുദ്ധ ഖുർആൻ കളവ് പറയില്ലല്ലോ, അള്ളാന്റെ വാക്കല്ലേ, അള്ളാന്റെ വാക്കാണ്. പറയുക നബിയെ, അള്ളാഹുവിന്റെ മാർഗദർശനമാണ് ശരിയായ മാർഗദർശനം. മനസ്സിലായില്ലേ? അള്ളാന്റെ മാർഗം മതി നമുക്ക്. പോലെ സഹോദരങ്ങളെ, നമുക്ക് എന്തിനാ മറ്റൊരു മാർഗം? അതുകൊണ്ട് ഗൗരവമായി ചിന്തിക്കുക. ഇനി നീയെങ്ങാനും നിനക്ക് അറിവ് കിട്ടിയതിന് ശേഷം അവരുടെ തന്നിഷ്ടങ്ങളെ അങ്ങാനും താങ്കൾ പിൻപറ്റിയാൽ ഇല്ല, താങ്കൾ കണ്ടെത്തുകയില്ല ഒരു രക്ഷാധികാരിയെയോ ഒരു സഹായിയെയോ അള്ളാഹുവില്ല. മനസ്സിലായില്ലേ? അപ്പൊ അള്ളാന്റെ ശിക്ഷ പിടികൂടും. ഇത് പ്രവാചകനോട് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം ആളുകളോട് ആ രീതിയിൽ സഹകരിക്കുമെന്ന്? ഇല്ല. പിന്നെ ആർക്കുള്ളതാ? എന്നോട് നിങ്ങളോടും പടച്ച റബ്ബ് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ നാം ചിന്തിക്കുക. നാം ഇതിന്റെ ഏറ്റവും വലിയ അപകടം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ നിന്ന് നാം വിട്ടുനിൽക്കുക. നമ്മുടെ പിഞ്ചോമന മക്കളെ, ഇപ്പൊ നമുക്കറിയാം സ്കൂളുകളിലൊക്കെ ഈ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് കാർഡുകൾ കൈമാറുന്നൊക്കെ സാഹചര്യമാണ്. നമ്മുടെ മക്കൾക്കറിയില്ല. നിങ്ങൾക്കറിയുമോ? ഈ അടുത്ത് എന്റെ ഒരു സുഹൃത്തിനോട് പറയാം, അദ്ദേഹത്തിന്റെ ഒരു പരിചയക്കാരനോട് അവന്റെ സുഹൃത്ത് പറഞ്ഞു, എന്ത്, ഞാൻ ചർച്ചിൽ ഒരു മെഴുകുതിരി തെളിയിച്ചുകൊണ്ട് യേശുവിന്റെ ഇതിന് മുൻപിൽ മെഴുകുതിരി തെളിയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഞാൻ നേർച്ച നേർന്നിരുന്നു, എനിക്കത് സാധിക്കാതെ വന്നിരിക്കുന്നു. അതുകൊണ്ട് താങ്കൾ എനിക്ക് പകരം അത് നിർവഹിക്കുമോ? ഉടനെ മണികൂടാതെ മുസ്ലിം നാവനാരി കടന്നു ചെല്ലുന്നു ചർച്ചിലേക്ക്. വെൽക്കം ചെയ്യുന്നു. അവർ ആവശ്യം പറഞ്ഞപ്പോൾ തന്നെ വലിയ സന്തോഷമായി, സ്വാഗതം. അങ്ങനെ ഇദ്ദേഹം തറയിൽ മുട്ടുകുത്തി മെഴുകുതി കത്തിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കന്യാസ്ത്രീ കടന്നു വരികയും അവർ ചോദിക്കുന്നു, എന്റെ താങ്കൾക്ക് ഈ ബെഞ്ചിന്മേൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാമല്ലോ, എന്തിനാണ് നിരത്ത് തറയിൽ മുട്ടുകുത്തിയത്? അദ്ദേഹം പറഞ്ഞ മറുപടി അത്ഭുതമാണ് സഹോദരങ്ങളെ. അദ്ദേഹത്തിന് അത്രയും മനസ്സിലായിട്ടുള്ള ഗൗരവം. നിങ്ങൾ അശുദ്ധി ബാധിക്കുന്ന സമയത്തും ഇതിലിരുന്നിട്ടല്ലേ പ്രാർത്ഥിക്കാറ്. അതുകൊണ്ട് എനിക്കത് സാധിക്കൂല, എനിക്ക് പാടില്ല.
വിഗ്രഹത്തിന് മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ചിന്തിക്കണം നിങ്ങൾ. അപ്പൊ മുസ്ലിം പഠിച്ചില്ല, ഈ ഉമ്മത്ത് പഠിച്ചില്ല സഹോദരങ്ങളെ. അതിന് ഗൗരവം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? തെറിച്ചു പോകുമ്പോൾ ഈ മതത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ ദീനിൽ നിന്ന്. അതുകൊണ്ട് ഗൗരവമായി കാണണം. ആരെങ്കിലും അവരുടെ ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തിന്റെ കാര്യങ്ങൾ, ആഘോഷങ്ങൾ, ആചാരങ്ങൾ പിൻപറ്റിയാൽ അവനും അവരോടൊപ്പം ചേർന്നവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് മറക്കണ്ട, നാം അത്തരം കാര്യങ്ങളിൽ നാം സഹകരിക്കുകയോ നമ്മുടെ സന്താനങ്ങളെ സഹകരിപ്പിക്കുകയോ ചെയ്തു പോകരുത്. നാളെ പാരത്രിക കോടതിയിൽ അള്ളാഹുവിന്റെ മുന്നിൽ പരാജിതരായിത്തീരും. എത്ര അമൽ ചെയ്തിട്ടും റുക്കൂ ചെയ്തിട്ടും സുജൂദ് ചെയ്തിട്ടും അള്ളാഹ്ക്ക് വേണ്ടത് അള്ളാഹുവിന് കറകളഞ്ഞ ഈമാനിന്റെ വക്താക്കളുടെ സൽക്കർമ്മങ്ങളാണ് അള്ളാഹു സ്വീകരിക്കുക. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഗൗരവമായിട്ട് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി അതിൻ്റെതായ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അത് പകർത്തുവാനും അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുവാനും റബ്ബ് നമ്മെ തുണക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള സർവ്വ പാപങ്ങളും കരുണാവാരിധിയായ റബ്ബ് നമുക്ക് പുറത്തു മാപ്പ് നൽകട്ടെ. നമ്മിൽ നിന്ന് വിശ്വാസത്തോട് പിരിഞ്ഞുപോയ എല്ലാ വിശ്വാസിനികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മർഹമത്തും മഅ്ഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെ നമ്മയും റബ്ബിന്റെ അനുഗ്രഹത്തിന്റെ ഭവനമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും രോഗികളാണ് റബ്ബേ. മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളാൽ വേദനിക്കുന്നവരുണ്ട്. ശമനം നൽകണേ അല്ലാഹ്, ശമനം നൽകണേ അല്ലാഹ്. ഒരു രോഗവും ബാക്കിയാക്കാത്ത ശമനം നൽകി അനുഗ്രഹിക്കുന്ന റബ്ബേ. അല്ലാഹുവേ, കടബാധ്യതകൾ പേറിയവർ ഞങ്ങൾക്കിടയിലുണ്ട് റബ്ബേ. അല്ലാഹുവേ, കടങ്ങളെല്ലാം വീട്ടാനുള്ള ഹൈറും ഹലാലുമായ മാർഗത്തെ ഞങ്ങൾക്ക് എളുപ്പമാക്കിത്താ റബ്ബേ. അല്ലാഹുവേ, സന്താനങ്ങളില്ലാതെ നോവുന്നവർ, പ്രയാസപ്പെടുന്നവർ, വേദനിക്കുന്നവർ ഞങ്ങൾക്കിടയിലുണ്ട് റബ്ബേ. അല്ലാഹുവേ, അവർക്ക് നീ സ്വാലിഹായ സന്താനങ്ങളെ നൽകി കൺകുളിർമ പ്രദാനം ചെയ്യുന്ന റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനി വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين.